ഇപ്പോ ഏകദേശം ഒരു കാര്യം കൂടി ഉറപ്പായില്ലേ? അതായത് സംഘപരിവാരം ടീമുകള് എന്ത് ബഹിഷ്കരിക്കുന്നോ അത് കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറും എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചത് ഇപ്പോൾ കണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകൾ വിസ്മയ. ആ കുട്ടി സിനിമയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാം, തുടക്കം എന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസായി. അത് സൂപ്പർ ഹിറ്റ് ആയിട്ട് വളരെ നല്ല അഭിപ്രായത്തോടു കൂടി തിയേറ്ററുകളിലൊക്കെ നല്ല കളക്ഷനും ഓരോ മണിക്കൂറിലും കോടിക്കണക്കിന് രൂപ ടിക്കറ്റ് വിറ്റ് മാറ്റിക്കൊണ്ട് സിനിമ നല്ലപോലെ തന്നെ മുന്നേറുന്നു. ഇത് പറയാൻ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ, അദ്ദേഹത്തിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റിക് പേഴ്സൺ ആണ്. എവിടാണോ അദ്ദേഹം നിൽക്കാൻ പറ്റുന്നത് ആ രീതിയിൽ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റൈൽ, അതൊരു ടെക്നിക് കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ സെലിബ്രിറ്റി ആയ ഒരാൾക്ക് ജീവിച്ചു പോകണമെങ്കിൽ, അതായത് ആരെയും ചീത്ത വിളിയേക്കാതെ ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ജീവിച്ചേ പറ്റൂ എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ മോദിയെ പുകഴ്ത്തി പറയും, പിണറായി വിജയനെ പുകഴ്ത്തി പറയും, വി ഡി സതീഷിനെയും പുകഴ്ത്തി പറയും. അങ്ങനെ ജീവിക്കുന്ന ഒരാൾ, ഡിപ്ലോമാറ്റിക് ലൈഫ് എന്നാണ് നമ്മൾ പൊതുവെ ഇവരെ പറയാറുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ നട്ടലിൽ നിന്നുണ്ടായ ഒരു മകളുണ്ട്. അവളുടെ പേരാണ് വിസ്മയ മോഹൻലാൽ. ആ കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിക് എന്താണെന്ന് പോലും അറിയില്ല. അതായത് നമുക്കറിയാം, മോഹൻലാലിന്റെ മകളെ കുറിച്ച് നമ്മൾ അധികം അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ സിനിമയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു വളരെ വിവാദമായ ഒരു പ്രസ്താവനയും ഒക്കെ കൊണ്ടാണ് ആ രീതിയിൽ ആ കുട്ടി അറിയപ്പെട്ടു തുടങ്ങിയത്. നമുക്കറിയാം, BJP-യുടെ ദുർഭരണത്തിനെതിരെ ലക്ഷക്കണക്കിന് ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ പറ്റിച്ച ചതിച്ച ആ ഒരു പ്രശ്നത്തിനെതിരെ CJP എന്ന് പറയുന്ന ഒരു സംഘടന, അതൊരു പാർട്ടി മാത്രമല്ല, എല്ലാവരും കൂടിയിട്ട് ജന്തർ മന്ദിർ സമരം ചെയ്യുകയും ആ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് വിസ്മയ മോഹൻലാൽ രംഗത്ത് വരികയും BJP സർക്കാർ ചെയ്തത് തെറ്റാണെന്നും ഈ വിഷയത്തിൽ CJP-ക്കൊപ്പം വിദ്യാർത്ഥികൾക്കൊപ്പം ഞാൻ നിലകൊള്ളുമെന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് വലിയ വിവാദമായി. അത് ഫസ്റ്റ് സിനിമാ മേഖലയിൽ തന്നെ ആദ്യമായിട്ട് CJP പാർട്ടി, അതായത് ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്ന അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിത്വമാണ് വിസ്മയ മോഹൻലാൽ. ആളൊക്കെ ഞെട്ടി. മോഹൻലാലിന്റെ മക്കൾക്ക് ഇത്രയും ചങ്കുറപ്പോ ഇത്രയും ധൈര്യമോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചോളൂ. പക്ഷെ നമുക്ക് പിന്നീട് മനസ്സിലായി, ആ കുട്ടി മോഹൻലാലിന്റെ ചൊവ്വേ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. മോഹൻലാൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സോപ്പിട്ട് നിൽക്കുമ്പോൾ ഈ കുട്ടി ചങ്കുറപ്പോടുകൂടി അഭിപ്രായം തുറന്നു തന്നെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോ, അതായത് മോഹൻലാലിന്റെയൊക്കെ അടുത്ത ആളാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന നമ്മുടെ രവിചേട്ടൻ, പട്ടണത്തിലൊക്കെ പുള്ളി ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, വിസ്മയ എന്ന് പറഞ്ഞൊരു കുട്ടി പാവമാണ്, ആ കുട്ടിക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അറിയില്ല, ആ കുട്ടി BJPക്കെതിരായിട്ട് പറഞ്ഞത് എല്ലാവരും ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരു നാടകം കളിച്ചിരുന്നു. എന്നാൽ ആ പറഞ്ഞതിനെ കൂടി ചവറ്റുകൊട്ടയിൽ എടുത്തെറിഞ്ഞുകൊണ്ട് വിസ്മയ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നു, ഞാൻ വിവരവും ബുദ്ധിയും ഒക്കെ ഉള്ള കുട്ടിയാണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ സമരത്തെ അന്ന് അനുകൂലിച്ച് അതിനെ അടിവരയിട്ട് അടിയുറച്ചു നിന്നുകൊണ്ട് രവിയെയും തള്ളി ആ കുട്ടി വീണ്ടും പ്രസ്താവന ഇറക്കി. അപ്പൊ ആളുകളൊക്കെ, അതായത് സംഘപരിവാരത്തിൽപ്പെട്ട ആളുകളൊക്കെ തിരിഞ്ഞു, കാര്യം BJP ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരെന്ത് പറഞ്ഞു, എന്നാ സിനിമ എന്ന് ഉറങ്ങട്ടെ, തുടക്കം എന്ന് പറഞ്ഞ സിനിമ ഞങ്ങള് ഒട്ടിക്കും, ഞങ്ങൾ സിനിമ കാണാതെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് ആ സിനിമയെ നശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് വീരവാദം മുഴക്കി നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്തായി? പണ്ട് സിനിമയെ പറഞ്ഞ പോലെ പവനായി നല്ലൊരു ശവമായിട്ട് മാറി. വിസ്മയ മോഹൻലാൽ അഭിനയിച്ച തുടക്കം എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ഷോയോട് കൂടി തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ പടം ഹിറ്റായിരിക്കുകയാണ്. അതായത് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ പോലുമല്ല അതിന്റെ ആ ഒരു സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്തു. ഈ കുട്ടി, വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ആക്ഷൻ ചെയ്യാൻ കഴിയുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അത്രയേറെ നല്ല അഭിപ്രായത്തോടു കൂടി സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്തായി? സംഘികൾ ബഹിഷ്കരിക്കുന്ന എന്തും ഇവിടെ ഹിറ്റാവുമെന്ന് മനസ്സിലായില്ലേ? ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ ഒരിക്കൽ കൂടി വിസ്മയ മോഹൻലാൽ ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നതിന്, ന്യായത്തിനും സത്യത്തിനൊപ്പം നിന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിനെ ആ കുട്ടിക്ക് പേടിയെന്ന് തന്നെ സിനിമ പൊട്ടിക്കുന്നു പറഞ്ഞോ?
നിങ്ങൾ നല്ല സിനിമയെ കണ്ടറിഞ്ഞ കുട്ടി പറയുന്നേ, മനസ്സിലായില്ലേ? അങ്ങനെ നല്ല സിനിമകൾ ആളുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആ കുട്ടി മലയാളത്തിലെ ആക്ട്രസ്, താരങ്ങളുടെ ഒരു മലയാളത്തിലെ നല്ലൊരു ആക്ട്രസ് ആയി അവർ മാറിക്കഴിഞ്ഞു. മലയാളത്തിൽ അവരുടെ ഒരു സിഗ്നേച്ചർ രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും വിസ്മയ മോഹൻലാൽ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഇനിയും എത്രയൊക്കെ ഡിപ്ലോമാറ്റിക് ആക്കാനുള്ളൊരു പിന്തുണയും ആളുകളൊക്കെ തന്നാലും അതൊന്നും അല്ല, സത്യത്തിനൊപ്പം നേരിനൊപ്പം ഞാൻ നിൽക്കും എന്നുള്ള താങ്കളുടെ മനസ്സിന്റെ ആ ഒരു നന്മയെ ഞങ്ങളൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. വിജയാശംസകൾ. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. ഒപ്പം സംഘപരിവാര പ്രവർത്തകരല്ല, നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലുള്ള അനീതികൾ ഉണ്ടാവുന്നു, അത് ആര് കാണിച്ചാലും അതിനൊക്കെ എതിരെ പ്രതികരിക്കാനും നിങ്ങളുടെയൊക്കെ ശബ്ദം എന്ന് പറയുന്നത് വാല്യൂ ആണ്. കാര്യം നിങ്ങളൊക്കെ ഒരാൾ പറയുന്നത് 1 ലക്ഷക്കണക്കിന് ആളുകൾ പറയുന്നത് തുല്യമാണ്. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇടപെടുകയും ഒക്കെ ന്യായത്തിനും സത്യത്തിനും ഒപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഈ തുടക്കം എന്ന സിനിമ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ മകൾ എന്ന നിലയിലും വിസ്മയ മോഹൻലാൽ എന്ന വ്യക്തി എന്ന നിലയിലും നല്ലൊരു ആക്ട്രസ് എന്ന നിലയിലും ഒരുപാട് ഗുണം ചെയ്യട്ടെ. ഇനിയും ഒരുപാട് സിനിമകൾ വന്ന് താങ്കൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നന്ദി.